കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യയിലെ ഒരു മുസ്ലിം പൗരനെ ഇവിടെ നിന്ന് പുറത്താക്കില്ല. ഇത് ഞാൻ പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയതാണ്. പിന്നെ ഞാൻ എന്തിനാണ് BJP എതിർക്കുന്നത്? അങ്ങനെ വഴിയില്ല. അൾട്ടിമേറ്റ്ലി വേടന്റെ രാഷ്ട്രീയം എന്താണെന്ന് രോഹിത്തിന് മനസ്സിലായോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേടന്റെ രാഷ്ട്രീയം BJP രാഷ്ട്രീയം. ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. പിന്നെ ഒരിക്കലും നന്മയല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ ദയനീയത വിറ്റുകാശാക്കുക. ദളിതന്റെ അവസ്ഥ വിറ്റുകാശാക്കുന്ന വേടൻ എന്തടിസ്ഥാനത്തിലാണ് ദളിതിന് വേണ്ടിയിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത്? ഏത് സാഹചര്യത്തിൽ, ഏത് പോയിന്റിൽ, ഏത് അവസ്ഥയിൽ സംസാരിച്ചെന്നായി പറയുന്നത്? കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ഒരിക്കലെങ്കിലും കേരളം പോലൊരു രാജ്യത്ത്, കേരളം പോലൊരു സ്ഥലത്ത് അവനെ ഒരു ജാതി ഡിസ്ക്രിമിനേഷൻ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വെറുതെ ഇല്ലാത്ത ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എന്തേ എഴുതി പിടിപ്പിക്കണം? ആ ചെറുക്കന്റെ ജീവിതം പോകണം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോലും. എന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം ഒരാളും അറിയാതെ ചെയ്തിട്ട് വന്ന ഒരാളാണ് ഞാൻ. പീഡനങ്ങൾ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ? കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. മുമ്പായി കുച്ചാണ്ട് പാണം കത്തണില്ലമ്മ എന്ന് കലാപം മണിച്ചേട്ടൻ എഴുതി വെച്ചത് അയാളെ സ്വന്തം അവസ്ഥയാണ്. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടാ വരാ, ഇതൊക്കെ അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ കണ്ട കാഴ്ചകൾ എഴുതിയത്. ആണോ? നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ കലാഭവൻ മണിക്ക് വേണ്ടി 200-ലധികം നാടൻ പാട്ട് എഴുതിയ ശ്രീ അറുമുഖൻ വെങ്കിടങ്ങാണ് ഇന്ന് നമ്മുടെ അതിഥി. സത്യം പറഞ്ഞാല് നാടൻ പാട്ടല്ലായിരുന്നു അതിന്റെ വിഷയം. ഞാനൊരു ദളിത് വീക്ഷണമുള്ള ഒരാളാണ്. ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. മഞ്ഞപ്പിത്തം പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നുന്നു.